ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്കോട്ടിഷ് ബ്രെഡാണ്. അത് ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ അടുക്ക ചെന്നപ്പോൾ കഴിച്ചതാണ്. അത് അവളുടെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അവിടുത്തെ ഫേമസ് പഴയ കാലത്തെ ഉള്ള ഒരു ബ്രെഡാണ്. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. നമുക്ക് ഈവനിങ് സ്നാക്സിന് പകരം ഈ ബ്രെഡ് കഴിക്കാം. ഇത് റസ്ക് പോലിരിക്കും, അല്ലെങ്കിൽ കുക്കീസ് പോലിരിക്കും. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി 2 കപ്പ് ഓട്സ് പൊടിച്ചത്, ഒരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായിട്ട് നമ്മളങ്ങോട്ട് കുഴച്ചെടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് മൈദയും കൂടി ഇടണം. ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോയപ്പം കഴിച്ചതാണ്. അവിടുത്തെ ഈ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഈ ബ്രെഡിൻ്റെ കഥയുണ്ട്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി. നല്ല ടേസ്റ്റാണ്, കഴിക്കുകയും ചെയ്തു. അപ്പോൾ അവരോടും അവളുടെ ഫ്രണ്ട്സിനോടും എൻ്റെ പേരക്കുട്ടിയുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മൈദ തന്നെ വെച്ചിട്ട് ചെയ്യും. ഒരു സ്വല്പം പാലൊഴിക്കും. പണ്ടത്തെ അവരുടെ ആഹാരമാണ്. ഇപ്പോഴും അത് മെയിൻ ഫുഡായിട്ടൊക്കെ കഴിക്കും. ഒന്നര ടേബിൾ സ്പൂൺ പാല് മതി. ഓട്സിൻ്റെ പൊടി കൂടെ ചേരുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. നല്ല സോഫ്റ്റ് ആകും അപ്പോഴത്തേക്ക്. ഓവനകത്തോട്ട് വെക്കണം. പരത്തി വെക്കണം.
എല്ലായിടവും ഒരേപോലെയുള്ള കനം ഒരേപോലെ ആയിരിക്കണം. ഇനി ഇത് നമ്മൾ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ മുറിക്കണം. അവർ ഈ 4 അറ്റമൊക്കെ ഇങ്ങനത്തൊക്കെ അങ്ങ് കളയും. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമല്ലേ, നമുക്കത്ര ഭംഗിയായില്ല. അവർ ഇതൊക്കെ ഈ 2 സൈഡും ഒക്കെ കറക്റ്റ് അളവിന് മുറിച്ചിട്ട് ബാക്കി കളയും. ഇനി ഇത് നമുക്ക് ഓവനകത്തോട്ട് വെക്കാം. 140 ഡിഗ്രിയിൽ 45 മിനിറ്റ് വെക്കണം. മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കാം. ഇപ്പം നമ്മളുടെ സ്കോട്ടിഷ് ബ്രെഡ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓട്സ് ഇട്ടേക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടും ഇരിക്കും. അത് പൊട്ടിപ്പോയി. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബ്രെഡാണ്. ഇനി നമുക്കിതെടുത്ത് കഴിക്കാം. ഇത് നിറച്ചുണ്ടാക്കി നല്ല പാത്രത്തിലാക്കി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്.